പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങളാണ്. ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാഖായുടെ പുത്രനായ സഖറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ നിപതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഫരീസിയരും നിയമജ്ഞരും രക്ഷകനായി അവതരിച്ച യേശുവിനെയും അവിടുന്ന് പ്രഘോഷിച്ച ദൈവരാജ്യത്തെയും നിരസിച്ചു. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ചിലരെ അവർ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതെയും പ്രവേശിക്കാൻ വരുന്നവരെ ദൈവരാജ്യത്തെ പ്രവേശനത്തിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ എന്തു ചെയ്യും എന്നാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. നിയമജ്ഞരെയും പ്രവാചകന്മാരെയും ജ്ഞാനികളെയും അവർ സിനഗോഗുകളിൽ വെച്ച് വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിലേക്ക് കടന്നുവരെ നിയമജ്ഞരും ഫരീസ്യരും എന്തു ചെയ്യുമെന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവരെ ചിലരെ വധിക്കുകയും അതോടൊപ്പം തന്നെ ക്രൂശിക്കുകയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സിനഗോഗിൽ വെച്ച് അവരെ വിചാരണ ചെയ്യപ്പെടുകയും ചമ്മട്ടി കൊണ്ടടിക്കുകയും ചെയ്യുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ കാണിച്ചു തരുന്നു. സ്വർഗരാജ്യത്തിന് വേണ്ടി ശിഷ്യനായിത്തീർന്ന ഓരോ നിയമജ്ഞനും ഓരോ വ്യക്തികൾക്കും എന്ത് സംഭവിക്കുമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭയം കൂടാതെ പ്രവചനശക്തിയോടുകൂടി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നവർക്ക് ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ലും 7-ലും സ്തെഫാനോസ് സഹതായി നാം കാണുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായിട്ട് സ്തെഫാനോസ് സഹതായുടെ ഓർമ്മദിനം കൂടിയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർപ്പിനും ശേഷം രൂപപ്പെട്ട സഭയിൽ അല്ലെങ്കിൽ സുവിശേഷത്തിൽ ജീവിച്ചവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നമ്മൾക്കറിയാം. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് സ്തെഫാനോസ് സഹതായി പ്രത്യേകം അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായവും 7-ാം അധ്യായത്തിലും സ്തെഫാനോസിന് എന്ത് സംഭവിച്ചു? വിശ്വാസം സ്വീകരിക്കുകയും അത് പരസ്യമായി പ്രഘോഷിക്കുകയും ചെയ്ത സ്തെഫാനോസിനെ ദൈവനിന്ദ ആരോപിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. കല്ലെറിഞ്ഞ് കൊല്ലുന്ന നിമിഷങ്ങളിലും ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ധീര രക്തസാക്ഷിയായി മാറിയ വിശുദ്ധ സ്തെഫാനോസ് ശ്ലീഹ. ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തീയ വിശ്വാസം ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ക്രൂരമായ മതപീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നു വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും വിശുദ്ധ യാക്കോബും എല്ലാവരും തന്നെ ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി കൊല്ലപ്പെടുകയും മരണം കൈവരിക്കുകയും ചെയ്തവരെ സഭ രക്തസാക്ഷികൾ എന്ന് വിളിച്ചു. എന്താണ് രക്തസാക്ഷിത്വം? വിശ്വാസ സത്യത്തിന് നൽകപ്പെടുന്ന പരമമായ സാക്ഷ്യമാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. മരണം വരിച്ചു പോലും സാക്ഷ്യം വഹിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എൻ്റെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ജീവൻ വരെ കൊടുക്കും. അത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരെ രക്തസാക്ഷികളെന്ന് വിളിക്കും. ഇതിൻ്റെ മാതൃക എന്ന് പറയുന്നത് കുരിശിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്ത യേശു ക്രിസ്തുവാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം. ആ യേശുവിനോടുള്ള സ്നേഹനിമിത്തമാണ്
ആ യേശുവിനോടുള്ള സ്നേഹബദ്ധമായ ജീവിതത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾക്ക് സാക്ഷ്യം നൽകുവാനും വിശ്വാസ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ എതിർപ്പ് നേരിടുമ്പോഴും എന്ത് പ്രതിസന്ധികൾക്ക് മുമ്പിലും തങ്ങൾ ജീവൻ കൊടുത്ത് ആ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു. ധീരതയുടെ ഒരു പ്രവൃത്തി വഴിയായി അവർ മരണം കൈവരിച്ചു. നമുക്കറിയാം, ആദിമ സഭാ ചരിത്രത്തിൽ രക്തം വഴി അനേകം ചരിത്രങ്ങൾ എഴുതിയ സംഭവങ്ങളുണ്ട്. രക്തസാക്ഷികൾ എന്ന് പറയുന്നത് അവർ രക്തം വഴി, അവർ നൽകിയ രക്തം വഴി ജീവിതത്തിൻ്റെ ചരിത്രം എഴുതപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കാരണം സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കും. വിശ്വാസത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവർ ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നിത്യജീവനാണ് എന്നുള്ളതാണ്. യേശുവിന് വേണ്ടി ജീവിക്കുകയും യേശുവിന് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവർ നിത്യജീവനിൽ യേശുവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള ഉറപ്പാണ് വിശുദ്ധ വചനം നമുക്ക് നൽകുന്നത്. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യത്തിലും ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, നിങ്ങളെ മർദ്ദിക്കും, നിങ്ങളുടെ ജീവന് വരെ അവർ ഭീഷണിയുണ്ടാക്കും, എങ്കിലും നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. രക്തസാക്ഷിത്വത്തിൻ്റെ ഇന്ന് പ്രായോഗികമായ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ പോലും ക്രൈസ്തവർക്ക് നേരെ വിവിധ തരത്തിലുള്ള പീഡന ശ്രമങ്ങൾ ഉണ്ടാകുന്നു. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു. ഈ അവസരത്തിൽ ഞാൻ എങ്ങനെ എൻ്റെ വിശ്വാസ സാക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളും എന്നതാണ് ഇന്നത്തെ ചോദ്യം. മറ്റൊരു കാര്യമുള്ളത്, രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിന് പൂർണ്ണമായ സാക്ഷ്യം നൽകുക എന്നതാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ക്രിസ്തീയ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും അനുസരിച്ചുള്ള ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഒക്കെ ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതിനെക്കാട്ടി ഉപരി ഒരു വിശ്വാസ ജീവിതത്തിന് വേണ്ടി സാക്ഷ്യം കൊടുക്കുവാനും ഒരു വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യപ്പെടുകയും ഒരു രക്തസാക്ഷ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഞാൻ ഇന്ന് പൂർണ്ണമായി അതിന് ഒരുക്കമുള്ള വ്യക്തിയാണ്. ഇന്നും ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഞാൻ ഒരുക്കമുള്ള വ്യക്തിയാണോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഈ രക്തസാക്ഷിത്വ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. എനിക്ക് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ എത്രമാത്രം ജീവിക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്, വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിലോ എനിക്ക് മുമ്പേ കടന്നുപോയ രക്തസാക്ഷികളുടെ മാതൃക അനുസരിച്ച് ഈ വിശ്വാസത്തിന് വേണ്ടി ഒരു ജീവത്യാഗം വരെ ചെയ്യുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ സ്തെഫാനോസ് സഹതായുടെ ഓർമ്മ ആചരിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്തപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച സ്തെഫാനോസ് സഹതായുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. വിശ്വാസ ജീവിതത്തിൻ്റെ പ്രകടനത്തിൽ രക്തസാക്ഷ്യം വരെ ഏറ്റെടുക്കുവാൻ നമുക്ക് ഒരുങ്ങുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.